സുഷമാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഫുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ചുറ്റോടി ഇട്ട് ഞാൻ ചെത്തിക്കളയതാ അങ്ങ് മുറിച്ച് മാറ്റുകയാണ്. ഉണ്ടോ, ഇതങ്ങ് മുറിച്ച് മാറ്റിയിട്ട് എടുക്കുക നല്ലത്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ചെയ്യാത്തവർ. അതുപോലെ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഇതങ്ങോട്ട് കണ്ടിച്ച് മാറ്റണം നമുക്ക്. ഈസി ആട്ടോ ഇത്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചിട്ട് അങ്ങനെ വെച്ചങ്ങ് മുറിക്കണം. അത് മുറിക്കുമ്പോൾ ഇത് മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുറിച്ചിട്ടാൽ നമുക്ക് മിക്സിയുടെ ജാറിലിടുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞോളും, ഒരേപോലെ പൊടിഞ്ഞ് കിട്ടും. നന്നായി പൊടിഞ്ഞ് കിട്ടും നമുക്ക് നേരം. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. വലുതായിട്ടിട്ടാൽ ചിലപ്പോൾ പൊടിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട്. നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ്. ഫുള്ളും നമുക്ക് അതിലേക്ക് ഇടാം. പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം നമുക്കത്. ഇത്രയും ബ്രെഡിൻ്റെ പീസുണ്ട് അല്ലേ, നന്നായിട്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് നമുക്ക് അത് കുറച്ച് പഞ്ചസാര ഇടാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക്. ആ ബ്രെഡും ഞാൻ അതിലേക്ക് ഇടുകയാണ്. എനിക്ക് സൗകര്യം കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുപ്പിൽ പുറത്ത് വെച്ചിടുന്നത്. കറണ്ട് അടുപ്പിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇടുന്നത്. സൗകര്യം കുറവാണ് അകത്ത്. ഒരു ചെറിയ വീടാണ്. ആ ബ്രെഡ് ഞാൻ അതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഞാൻ ഇട്ടില്ലായിരുന്നു, പഞ്ചസാര ഇടാൻ പോകുക കേട്ടോ. പഞ്ചസാര ഇടാൻ ആദ്യം ഒരുങ്ങിയത്. അപ്പോൾ പിന്നെ അതിട്ടേച്ച് കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 4 പീസ് ബ്രെഡേ ഉള്ളൂ. പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നാക്കി പൊടിച്ചെടുക്കാം. 2 ഏലക്ക പൊടിച്ചെടുത്തത് അതും കൂടി അതിനകത്തേക്ക് ഇടാം. കാരണം അതിനകത്ത് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ മുട്ടയുടെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പൊടിച്ചെടുത്തു. നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞില്ലെങ്കിലും ബ്രെഡ് പാലിനകത്തിടുമ്പം കൂടും, എന്നാലും ഞാനതങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട്, ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂണിൻ്റെ അളവിനാണ് കേട്ടോ. 3 ടീസ്പൂണാണ് ഞാൻ പഞ്ചസാര ഇടുന്നതിന്. 3 ടീസ്പൂൺ ഞാൻ മധുരത്തിന് ഇട്ടിട്ടുണ്ട്. ബ്രെഡിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് 3 സ്പൂണ്. ഇനി നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കണം, അന്നേരം പെട്ടെന്ന് അങ്ങ് അലുത്ത് വരും. അത് കുറച്ചല്ലേ ഉള്ളൂ പഞ്ചസാര. അപ്പോൾ പാത്രം ചൂടായി വരുമ്പോൾ അരികിൽ നിന്ന് കരിഞ്ഞു വരും. അതിനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് അങ്ങ് ഉരുകി വരും. ഉരുകി തുടങ്ങി. നന്നായി കാരമലായി വരണത്. ഇതൊന്നും കേടുള്ളതല്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഈ കടകളിൽ നിന്ന് ലേസും അങ്ങനത്തെ ഒക്കെ വാങ്ങി കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കുറോ അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്തിന് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കൊരു കേടുമില്ല, നല്ല ഭക്ഷണവുമാണ്. വൈകുന്നേരം 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല സൗകര്യമാണ്. കുഞ്ഞുങ്ങളത് കഴിച്ചോളും. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം ആണെന്ന് കരുതി കുഞ്ഞുങ്ങൾ നല്ലോണം കഴിച്ചോളും.
കാരമെല്ലാം ഒരു ഇത് നന്നായി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാതെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നമുക്കൊരു കാര്യം ചെയ്ത് ഉരുകട്ടിത് നല്ലോണം ഉരുകി വരണം. ഇത് ഉരുകി വരും പെട്ടെന്ന് തന്നെ, പെട്ടെന്ന് അങ്ങ് ഉരുകി വന്നോളും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു ഇച്ചിരി നെയ്യും കൂടെ ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ഈ കാരമലിന് നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പം കണ്ടോ ഇത് ശർക്കര നല്ലോണം ഉരുകിയിട്ടുണ്ട്. പഞ്ചസാര ഇപ്പം നന്നായി ഉരുകി വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇച്ചിരി നെയ്യും ഇതിനകത്തിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ടേസ്റ്റും അതിൻ്റെ മണവും. ഈ ഇച്ചിരി നെയ്യ് കുറച്ചേ ഉള്ളൂ, ഇത്രയും നെയ്യ് ഇട്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ ആ ടേസ്റ്റും ആ പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടെ നെയ്യുടെ ആ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ വരും. കുഞ്ഞുങ്ങൾക്ക് അതങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ പഞ്ചസാര കുഞ്ഞുങ്ങൾക്ക് കണ്ണിന് ഏറ്റവും നല്ലൊരു നെയ്യ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല കണ്ണിന് നല്ലൊരു ഇതാണ്. പിന്നെ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ യാതൊരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. നെയ്യ് കണ്ണിന് വളരെ നല്ലതാണ്. പഞ്ചസാര നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പഞ്ചസാര നല്ലതെന്ന് തെറ്റി പറഞ്ഞു പോയതാണ്, സോറി. അപ്പം നല്ലോണം ഉരുകി നന്നായി വന്നിട്ടുണ്ട്. ഉരുകി ഞാനൊരു പാത്രം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുഡിങ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിനകത്താണ് ഞാൻ പുഡിങ് ആവിയിൽ വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ കുറുകിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അതിലൊഴിച്ച് നല്ലപോലെ നിരത്തി വയ്ക്കുക. അന്നേരം നമുക്കത് ആ പാത്രത്തിലേക്കാണ് ഇത് അതിനകത്തങ്ങ് ഉറച്ചിരുന്നോളും. പിന്നെ ആ ഉറച്ചിരിക്കുന്നതിലേക്കാണ് നമ്മളിതിൻ്റെ കൂട്ട് ചേർക്കുന്നത്. അതായത് ബ്രെഡ്, പഞ്ചസാര, മുട്ട, വാനില എസൻസ് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് ഇച്ചിരി വാനില എസൻസൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ബ്രെഡൊക്കെ എപ്പോഴും എല്ലാ വീട്ടിലും ഉണ്ടാവും. 1-2 മുട്ടയൊക്കെ വീട്ടിലെടുക്കാറുണ്ടാവും എപ്പോഴും. അന്നേരം നമുക്ക് 4 മണിക്കത്തേക്ക് നിസ്സാരമായിട്ടാണെങ്കിലും നമുക്ക് നിസ്സാര സാധനമേ ചിലവുള്ളൂ. പക്ഷെ നല്ലൊരു പുഡിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം മെൽറ്റായി അതിനകത്ത് വെള്ളത്തിനകത്ത് നല്ലപോലെ മെൽറ്റായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. ആ പാത്രത്തിൻ്റെ അകത്തേക്ക് ഒഴിക്കാം നമുക്ക്. അതതിലിരുന്നിട്ട് അങ്ങ് ഉറച്ചോളും. ഞാൻ ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് ആ ആവിയിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുത്താൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് കറക്റ്റായി കിട്ടും. 20 മിനിറ്റ് മതി. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ എൻ്റെ അടിഭാഗത്തെല്ലാം നല്ലോണം ഇതായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിപ്പോൾ അതിരുന്നങ്ങ് ഉറയ്ക്കും, പെട്ടെന്നങ്ങ് ഉറയ്ക്കും. അത് മിക്സഡ് ജാറിനകത്തേക്ക് ഇനി എന്താ പൊടിച്ച് വെച്ചത് അതിനകത്തേക്ക് ഞാനെന്താ 1/2 കപ്പ് പാല് ചേർക്കുകയാണ്. ചെറിയ കപ്പിന് 1/2 കപ്പ് പാല്. 4 സ്ലൈസ് ബ്രെഡല്ലേ ഉള്ളൂ. അതിനകത്തേക്ക് ബ്രെഡും പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചതാണ്. 2 മുട്ട അതും കൂടി ഞാൻ അതിനകത്ത് ഒഴിക്കുകയാണ്. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 4 തുള്ളി വാനില എസൻസ് മതി.
ഇത്രയും പാൽ നമ്മൾ ചേർത്തുള്ള വാനില എസൻസ് ഒരു 4 തുള്ളി വാനില എസൻസ് ഞാൻ ചേർക്കാൻ പോവുക. ഇതെല്ലാം കൂടെ ചേർത്ത് വാനില എസൻസ് ചേർത്ത് ഇനി ഇതൊക്കെ കൂടെ ഇത് വെച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ട് നന്നായി ഒന്നങ്ങ് അടിക്കണം. പഞ്ചസാര അതിനകത്ത് കാരമൽ നല്ലപോലെ ഇതായി വന്നിരിക്കുകയാണ്. അടിച്ചതാണ് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിക്കുക. വേണ്ട, ഇത്രയേ ഉള്ളൂ, കുറച്ച് സാധനമേ ഉള്ളൂ. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലോട്ട് ഇതങ്ങ് വയ്ക്കാം. വെച്ചിട്ട് 15-20 മിനിറ്റ് വരെ ആകുമ്പോഴത്തേക്ക് നന്നായി വെന്തിട്ടുണ്ടാവും. 15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം വേകും, നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മളെല്ലാവരും ഇത് ചെയ്തൊക്കെ നോക്കണം. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിനെ നടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇഡ്ഡലി കൂട്ടത്തിൻ്റെ ചെമ്പിലോട്ട് തട്ടിലോട്ട് ഇത് വയ്ക്കാം. ഇഡ്ഡലി കൂട്ടത്തിൻ്റെ തട്ടിലോട്ട് വെച്ചിട്ട് ഇനി അടച്ച് ഞാനത് ആവി കയറ്റാൻ വെക്കുകയാണ്. 15 മിനിറ്റായി. ഞാൻ ഇറക്കി വെച്ചു. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ വെന്തായിരുന്നു. ഞാനിതൊന്ന് മറിച്ചിടാൻ പോവുക. മറിച്ചിട്ടു. കണ്ടോ അതിൻ്റെ പുറത്തൊക്കെ അത് ഏലക്കയുടെ ശരിക്ക് പൊടിയാത്തതിൻ്റെ കുറച്ച് കായം അവിടെ മുകളിൽ വന്നു, അത്രയേ ഉള്ളൂ. വളരെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. എളുപ്പം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം പോലെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ നിർത്തുകയാണ്. എൻ്റെ പുഡിങ് നിങ്ങൾ കണ്ടല്ലോ, എളുപ്പമായിരുന്നു പരിപാടി, പെട്ടെന്ന് തീരുകയും ചെയ്യും. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഉച്ച കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി നേരം ഒന്ന് മെനക്കെട്ടാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തത് കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണം. എന്താ ഞാൻ മുറിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കാൻ പോവുകയാണിത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, യാതൊരു ദോഷവും ഇല്ല നമുക്ക് ശരീരത്തിന്. ഇതേ കണ്ടോ മുറിച്ചെടുത്തത് നന്നായി മുറിഞ്ഞ് കിട്ടും. കണ്ട ആണ് നല്ലൊരു ഫുഡിങ്ങാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി